2013 സെക്കൻഡ് ഓണർ ആണ്. MBFI ആണ്. 8 സീറ്റ് ആണ് വണ്ടി. എങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 32,000 രൂപ ഫൈനൽ കൊടുക്കാം. 32 രൂപ. 2016 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. വണ്ടി കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓണർ വണ്ടിയാണ്. 30 വരെ പേപ്പർ ഉള്ള LXI ആണ്. 2011 ആണ്. സെക്കൻഡ് ഓണർ ആണ്. 31 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞു. പുതിയ വണ്ടി. 5 വർഷം പേപ്പർ. അതെ, പുത്തൻ പേപ്പർ ഇല്ല. അപ്പോൾ എങ്ങനെ പ്രൈസ്? നമുക്കിതൊരു 75,000 രൂപ ഫൈനൽ കൊടുക്കാം. LXI 2007. സെക്കൻഡ് ഓണർ വണ്ടി. AC വർക്കിംഗ് ആണ്. AC എല്ലാം വർക്കിംഗ്. 2007 വണ്ടി. നമുക്കിതൊരു 67 രൂപ ഫൈനൽ കൊടുക്കാം. 67 രൂപ. ഓക്കെ. ബീറ്റ് ഡീസൽ ആണ്. സെക്കൻഡ് ഓണർ 2012 ആണ് വണ്ടി. 2012 ഷവർലെ ബീറ്റ് ഡീസൽ. അതെ. ഓണർഷിപ്പ് നെക്സ്റ്റ് ഐറ്റം എങ്ങനെയാ? 2013 ആണ്. സിംഗിൾ ഓണർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ന്യൂ ഷേപ്പ് വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പോൾ ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കളക്ഷൻ, പക്ഷേ ട്രിവാൻഡ്രം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കാർ കളക്ഷൻ ഉള്ള സ്ഥാപനമാണ്. ലോ ബഡ്ജറ്റ് കാറുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. എന്നോട് ജെറിനോട് വീഡിയോയോട് സ്വാഗതം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖം. നല്ല മഴയാണ്. അതെ. അപ്പം വീണ്ടും ബഡ്ജറ്റ് കാർ സ്റ്റോക്ക് വന്നിട്ടുണ്ടല്ലേ? ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഓൾട്ടോയാണ് ഈ വട്ടം വന്നിട്ടുള്ളത്. ഓൾട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയ ബഡ്ജറ്റ് മുതൽ വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ. കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം നല്ല കുഴപ്പമില്ല, പോയി നല്ല സെയിൽ ഉണ്ടായിരുന്നില്ലേ? അതെ. ഓക്കെ. ലൊക്കേഷൻ അവരെ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ്. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവരുടെ സ്ക്രീനിലും കൊടുക്കാം. നമ്മൾ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മൂലം 2010 ശേഷം ലോൺ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ RT വർക്ക് ചെയ്യുന്നുണ്ട്. റീടെസ്റ്റ് കാര്യങ്ങൾ, റീടെസ്റ്റ് ഇൻഷുറൻസ് തുടങ്ങിയ RT പരമായ വർക്കുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹൈപ്പ് കൂടെ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ 99 മോഡലാണ്. ഓക്കെ. 29 വരെ ടാക്സ് ഉള്ള വണ്ടിയാണ്. ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട്. ഓക്കെ. 29 ടാക്സ് അടച്ചിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ കാർബറേറ്റർ ആയിരിക്കുമല്ലോ? കാർബറേറ്റർ ആണ്, പക്ഷേ ഫാമിലി യൂസ് ആണ്. നമ്മുടെ ഒരു എസ്റ്റിലോ എക്സ്ചേഞ്ച് ചെയ്തെടുത്തതാണ് വണ്ടി. ഓക്കെ. 99 വണ്ടിയാണ്, പക്ഷേ ബോഡി ഒന്നും വലിയ കുഴപ്പമില്ല. 29 വരെ പേപ്പറും ഉണ്ട് നിലവിൽ. എടുത്ത് പഠിക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ഓൾട്ടോ എണ്ണുക നോക്കുന്നവർക്ക് നോക്കാം അല്ലേ? അല്ലേ? അത്യാവശ്യം എടുത്ത് ഓടിച്ച് പഠിക്കാനോ. പക്ഷേ വേറെ പാച്ചൂർ കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ല. എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 32,000 രൂപ ഫൈനൽ കൊടുക്കാം. 32 രൂപ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ എങ്ങനെയാണ്? 2007 ആണ്. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 59,000 കിലോമീറ്റർ ഓടിയ നല്ല വണ്ടിയാണ്. 59,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പോ? അതെ അതെ. 2007 LX ആണല്ലേ? മാത്രം. ഓക്കെ. വണ്ടി പക്ഷേ ഇന്ത്യയിലൊക്കെ വൃത്തിയുണ്ട് കേട്ടോ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട് ബ്രോ? നല്ല കണ്ടീഷൻ വണ്ടി, കുഴപ്പമൊന്നുമില്ല. ജെനുവിൻ കിലോമീറ്റർ 59. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്കൊരു 69 രൂപ കൊടുക്കാം. 69,000 രൂപ. നെക്സ്റ്റ് ഓൾട്ടോ 2010 ആണ്. തേർഡ് ഓണർ വണ്ടിയാണ്. 30 വരെ പേപ്പർ ഉള്ള LXI ആണ്. 2010 30 വരെ പേപ്പർ ഉള്ള LXI വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ തേർഡ് കിലോമീറ്റർ 1 ലക്ഷം അടുപ്പിച്ച് ഓടി. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. AC ഒക്കെ വർക്കിംഗ് ആണോ ബ്രോ? വർക്കിംഗ് ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഓൾമോസ്റ്റ് 60% ടയറൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ കണ്ടീഷൻ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. അപ്പം ഓൾട്ടോ 2010 2030 വരെ പേപ്പർ വരുന്നുണ്ടല്ലേ? അതെ. LXI എങ്ങനെയാണ് പ്രൈസ്? അപ്പോൾ ഇതിൻ്റെ നമുക്ക് 1,19,000 രൂപയ്ക്ക് കൊടുക്കാം. 1,19,000. ഓക്കെ. സ്പാർക്ക് എങ്ങനെയാണ് സാർ? 2011 ആണ്. സെക്കൻഡ് ഓണർ ആണ്. 31 വരെ പേപ്പർ ഉള്ള വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞു. പുതിയ വണ്ടി. 5 വർഷം പേപ്പർ. അതെ, പുത്തൻ പേപ്പർ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്ററായി? കിലോമീറ്റർ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? വണ്ടി അത്യാവശ്യം നീറ്റ് ആണ്. 52 കിലോമീറ്റർ വലിയ ഓട്ടോ അല്ല, ഇന്ത്യൻ കണ്ടീഷൻ ആണല്ലോ. അതെ അതെ. ഓക്കെ. AC എല്ലാം വർക്കിംഗ് അല്ലേ? അതെ. ഓക്കെ. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്റ്റീരിയോ വരുന്നുണ്ട്. 2 പോർഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പേപ്പർ കാക്കിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് പുതിയ പേപ്പറാണ് വരുന്നത്. നമുക്കൊരു 79,000 രൂപ ഫൈനൽ കൊടുക്കാം. 79 പേപ്പർ 31 വരെ പേപ്പർ. പക്ഷേ വണ്ടി നീറ്റാണ്. വേറെ ബോഡിയൊക്കെ നീറ്റ് ആയിട്ടുണ്ട്. വേറെ സ്ക്രാച്ചിൻ്റെ കാര്യങ്ങളൊന്നും എല്ലാം ഇപ്പോൾ ക്ലിയർ ആക്കിയില്ലേ? എഞ്ചിനൊക്കെ പക്കയാണല്ലോ. ഒരു കുഴപ്പമില്ലല്ലോ. പെട്രോളാണ് പിന്നെ വേറെ പ്രശ്നം വരാനില്ല. ധൈര്യമായിട്ട് എടുത്ത് ഓടാം. ഒരു 800 എടുക്കുന്ന പൈസ പോലും ആവുന്നില്ല. അതായത് AC ബോക്സിന് എല്ലാം വരുന്നുണ്ട്. അതെ. പ്രാവശ്യം കൂടുതൽ ഓൾട്ടോ തന്നെയാണല്ലേ? ഏകദേശം ഒരു 10-12 ഓൾട്ടോ നമ്മുടെ സ്റ്റോക്കുണ്ട്, ചെറിയ ബഡ്ജറ്റ് മുതൽ. ഓക്കെ. ഓൾട്ടോ ഇതെങ്ങനെയാണ്? 2006 ആണ്. 2007 ആണ്. സോറി. ഓക്കെ. 2007 മോഡൽ. 2007 ഓൾട്ടോ. LX ആണ്. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. മെക്കാനിക് സൈഡും കൊള്ളാന്നുള്ള വണ്ടിയാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. 2007 AC ഉള്ള വണ്ടിയാണോ? അതെ. LX ആണോ LXI ആണോ? LX ആണ്. LX 27 പേപ്പർ ഉണ്ടല്ലേ? ഉണ്ട്. ടയർ 4 ഒരു അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ പ്രൈസ് വരുന്നത്? 2007 വണ്ടി നമുക്കിതൊരു 67 രൂപ ഫൈനൽ കൊടുക്കാം. 67 രൂപ. ഓക്കെ. 2007 27 വരെ പേപ്പർ ഉള്ള വണ്ടി. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ?
ആണോ? അതെ അതെ. കിലോമീറ്റർ നോക്കിയിട്ട് കാര്യം ഉദ്ദേശം എത്ര ഉണ്ടാവും അത്യാവശ്യം? ഇത് 78-നകത്തേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നെക്സ്റ്റ് സാൻഡ്രോ 2007 സിംഗിൾ ഓണറാണ്. 2007 27 വരെ പേപ്പറുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. എത്ര കിലോമീറ്റർ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സാൻഡ്രോ ഫുൾ ഓപ്ഷൻ അല്ലേ? ഓക്കെ. അതിൽ 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, അലോയ്സ് വരുന്നുണ്ടല്ലേ? ഓക്കെ. അതിനകത്ത് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ 2000 എത്ര കിലോമീറ്റർ ആയി സിംഗിൾ ഓണർ ആണെങ്കിൽ? കിലോമീറ്റർ ഇതൊരു 80-നകത്തേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് സാൻഡ്രോ. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ടയർ കണ്ടീഷൻ 80% ടയറും ഉണ്ട് അല്ലേ? 80 കൂടുതലുണ്ട്. നല്ല ഫുൾ ബട്ടർ ആണ്. 80 കൂടുതൽ വരും. പുതിയ ടയർ തന്നെ പറയല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എങ്ങനെയായിരുന്നേ? നമുക്ക് 79 രൂപ കൊടുക്കാം. 79 കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ 2007 സെക്കൻഡ് ഓണറാണ്. LXi ആണ് വണ്ടി. 2007 LXi. പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡോ? അതെ അതെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 68,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇന്റർ കണ്ടീഷൻ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് AC മാത്രം വരുന്ന മോഡൽ അല്ലേ? AC പവർ സ്റ്റിയറിംഗ് ആണ് വണ്ടി. LXi ആണ്. സോറി, LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ടയർ ഫ്രണ്ട് രണ്ട് പുത്തനുണ്ട്, ബാക്ക് ആവറേജ് ആണ്. ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 75,000 രൂപ ഫൈനൽ കൊടുക്കാം. LXi 2007. ഓക്കെ. സെക്കൻഡ് ഓണർ വണ്ടി. AC എല്ലാം വർക്കിംഗ് ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത ഓമിനി എങ്ങനെ? 2013 സെക്കൻഡ് ഓണർ ആണ്. MBFI ആണ്. 8 സീറ്റ് ആണ് വണ്ടി. 2013 സെക്കൻഡ് ഓണർഷിപ്പ്, 8 സീറ്റ് വണ്ടി. ഓക്കെ. MBFI ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. MBFI ആണ്. അതെ. ഓക്കെ. വണ്ടി ബോഡിയൊക്കെ കൊള്ളാം, നീറ്റ് ആയിരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ ബ്രോ? അതെ. ഓക്കെ. ഇതാണ് ഇന്റീരിയർ കണ്ടീഷൻ. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഓമിനി 2013 എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ബ്രോ? 1,29,000 രൂപ ഫൈനൽ കൊടുക്കും. 1,29,000. ലോൺ എങ്ങനെ കയറും? ഏകദേശം 1 രൂപയ്ക്ക് മേളിൽ ലോൺ കയറും. അപ്പം നെക്സ്റ്റ് ഐറ്റം എങ്ങനെയാ? 2013 സിംഗിൾ ഓണർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ന്യൂ ഷേപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ വെറും 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് വണ്ടി. കമ്പനി സർവീസ് വണ്ടി അല്ലേ? വണ്ടി ബോഡിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. മാഗ്നയാണ് വണ്ടി. മാഗ്ന വേരിയന്റ് അല്ലേ? സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ടയർ 80% ടയർ ഉണ്ടല്ലേ? പക്ക വണ്ടി. ധൈര്യമായിട്ട് എടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് അതിന്റെ പ്രൈസ്? 1,99,000 രൂപ കൊടുക്കാം. 1,99,000. 1.5 രൂപയ്ക്ക് മേലെ ലോണും കിട്ടും. നല്ല വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. 13 വണ്ടി. കണ്ടീഷൻ വണ്ടി. അപ്പോൾ നെക്സ്റ്റ് ഗുഡ് എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2016 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. കമ്പനി സർവീസ് ആണ്. വണ്ടി കൊള്ളാം. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 2016 സിംഗിൾ ഓണർഷിപ്പ്. അതെ അതെ. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ ഒന്നിനകത്തേ ഓടിയുള്ളൂ. ഒന്നിനകത്ത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറൊന്നുമില്ല. ചെറിയ ബോഡി വർക്ക് ഒക്കെ ഉള്ളൂ. ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നീറ്റ് ആയി കൊടുക്കാം. ചെറിയ ഡെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. അത് ക്ലിയർ ആയി കൊടുക്കാം. അതെ. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സ്റ്റീല് വരുന്നുണ്ട്. 4 ഡോർ പവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ കിട്ടിന്റെ പ്രൈസ് വരുന്നത്? നമുക്ക് 2.25 കൊടുക്കാം. ഫുൾ ലോൺ കിട്ടും. 2.25. നെഗോഷ്യബിൾ ആണോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോണും കയറും. അതെ. അപ്പോൾ നെക്സ്റ്റ് ഷവർലെ ബീറ്റ് ഡീസലാണ്. സെക്കൻഡ് ഓണർ. 2012 ആണ് വണ്ടി. 2012 ഷവർലെ ബീറ്റ് ഡീസൽ. അതെ. ഓണർഷിപ്പ് സെക്കൻഡോ? അതെ. കിലോമീറ്റർ 1 ലക്ഷം ഓടി. 1 ലക്ഷം കിലോമീറ്റർ. ഓക്കെ. ടയർ എന്നാലും നല്ല ഗുഡ് കണ്ടീഷൻ അല്ലേ? ഒരു 80% ടയർ ഉണ്ടല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഉണ്ടോ? നല്ല കണ്ടീഷനാണ്. കുഴപ്പമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് മാത്രമല്ലേ? അതെ അതെ. പവറിൻ്റെ വരുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ 2012 ഷവർലെ ബീറ്റ് 85,000 രൂപ ഫൈനൽ കൊടുക്കാം. എത്ര? 85,000 രൂപ. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ എങ്ങനെയാണ്? 2007 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 2007. അതെ. ഓക്കെ. കിലോമീറ്റർ 27 ഒരു പേപ്പർ ഉണ്ട്. 43,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കിലോമീറ്റർ ആണോ? സിംഗിൾ ഓണർ ആണ്. 43,000 ജെനുവിൻ ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഫ്രണ്ട് രണ്ട് പുത്തുന്നുണ്ട്, ബാക്ക് ആവറേജ്. ബോഡി കുഴപ്പമില്ല. അവിടെ ചെറിയ ഡെന്റ് ഉണ്ട്. അത്രേ ഉള്ളൂ. സീറ്റ് വർക്ക് ഉണ്ട്. ഇത് LXi ആണോ? LX ആണോ? LX ആണ്. വരുന്നില്ല. അതെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? നമുക്കിതൊരു 70,000 രൂപ ഫൈനൽ കൊടുക്കും. 70 രൂപ. അത് സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ. അതെ. AC വർക്കിംഗ് ആണ്. പക്ക കണ്ടീഷൻ. കേട്ടോ. 2010 ടെസ്റ്റ് സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. പുതിയ പേപ്പറാണ്. LXi ആണ്.
2010 5 വർഷം പേപ്പർ ഉണ്ടല്ലേ? അതെ. LX ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 80,000 ഓടി. 4 ടയർ പക്കയാണ്. മെക്കാനിക് സൈഡ് കൊള്ളാം. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. ഇപ്പോൾ 2010 LXi 5 വർഷം ഓൾമോസ്റ്റ് 29 പേപ്പർ ഉണ്ട്. വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ബോഡിയൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കിതൊരു 1,29,000 രൂപ ഫൈനൽ കൊടുക്കും. ലോണും കയറുമല്ലോ വേണമെങ്കിൽ? എല്ലാം കയറും. 1 ലക്ഷം രൂപ ലോണും കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഒന്ന് സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്. അത് കാണിക്കാതെ ഒരുപാട് വണ്ടി കയറി കിടപ്പുണ്ടല്ലേ? പഴയ സ്റ്റോക്ക് കിടപ്പുണ്ട്. ഓൾട്ടോകളൊക്കെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. നമ്മൾ കാണിക്കാത്ത വണ്ടിയിൽ വേറെ കിടപ്പുണ്ട്. ഇപ്പോൾ മഴ തുടങ്ങിക്കൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം.